ആട് 3 ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം. രണ്ടും സീക്വൽ സിനിമകൾ. ആട് 3 കാണണമെങ്കിൽ ആടിൻ്റെ ആദ്യ ഭാഗങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം കാണണമെങ്കിൽ ദുരന്തറിൻ്റെ ഒന്നാം ഭാഗം തീർച്ചയായും കാണും. എന്തുകൊണ്ട്? സീക്വൽ സിനിമകൾ നമ്മൾ അടുത്ത കാലത്തായി ഒരുപാട് കാണാറുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ദൃശ്യം, KGF, ബാഹുബലി, ആട്, ദുരന്തർ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ. ഈ സീക്വൽ കൾച്ചർ എന്നാണ് നിലവിൽ വന്നത്? 1930-കൾക്ക് മുന്നേ സീക്വൽ കൾച്ചർ എന്നുള്ളൊരു കൾച്ചറെ ലോക സിനിമയിലില്ല. അന്ന് സ്റ്റാൻഡ് ലോൺ സിനിമകൾ മാത്രം. എന്നാൽ അതിൽ ചില സിനിമകളിലെ ക്യാരക്ടേഴ്സിനോട് ഓഡിയൻസിന് തോന്നിയിട്ടുള്ള ഇഷ്ടം അതിൻ്റെ മേക്കേഴ്സിനെ കൊണ്ട് അതിനൊരു സീക്വൽ സിനിമകൾ എടുപ്പിച്ചു. അങ്ങനെ വന്നിട്ടുള്ള സിനിമകളാണ് ടാർസൻ സീരീസ്, റൈസ് ഓഫ് ദി നേഷന് ശേഷം ഫോൾ ഓഫ് ദി നേഷൻ. അതിനുശേഷം 1940-കളിൽ ഇതൊരു ഇൻഡസ്ട്രി ഫോർമുലയായിട്ട് വരും. എന്നാൽ അന്നത്തെ റൂൾ എന്ന് പറയുന്നത് നമുക്കൊരു സിനിമ എടുക്കാം, ആ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിനൊരു രണ്ടാം ഭാഗം കൊണ്ടുവരാം. അങ്ങനെ വന്നിട്ടുള്ളൊരു സിനിമകളായിരുന്നു ഗോഡ് ഫാദർ സീരീസ് അല്ലെങ്കിൽ ജെയിംസ് ബോണ്ട് സീരീസ്. ഇങ്ങനെ അതിനുശേഷം 1980-കളിൽ ലോക സിനിമയിൽ ഇതൊരു വാണിജ്യ ഫോർമുലയായിട്ട്, ഒരു മോഡലായിട്ട് നിലവിൽ വരും. അന്ന് ഈ പറയുന്ന സിനിമകൾ ആദ്യം മുതലേ ആലോചിച്ചു തുടങ്ങുന്നത് ഒരു സീക്വൽ സ്വഭാവമുള്ള സിനിമകളായിട്ട്. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ് ഹാരി പോട്ടർ, ടെർമിനേറ്റർ, അങ്ങനെയുള്ള സിനിമകളെല്ലാം. ഇന്ത്യൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1970-കളിലാണ് ഇങ്ങനെ ഒരു സീക്വൽ സ്വഭാവമുള്ള സിനിമകൾ വന്നു തുടങ്ങി. ഡോൺ സീരീസ്, ഡൂം സീരീസ്, ഇങ്ങനെയുള്ള കുറേ സിനിമകൾ. മലയാള സിനിമയിലേക്ക് വരുമ്പോൾ സീക്വൽ സ്വഭാവമുള്ള സിനിമകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1980-കളിലാണ്. CBI സീരീസ്, ദേവാസുരം, അതിനുശേഷം അതിന് സീക്വലായി വന്നുള്ള രാവണപ്രഭു. എന്നാൽ 2010-ന് മുന്നേ നമുക്ക് സീക്വൽ സ്വഭാവമുള്ള സിനിമകൾ വളരെ കുറവായിരുന്നു. 2010-ലാണ് സീക്വൽ സ്വഭാവമുള്ള സിനിമകൾ ഒരു ട്രെൻഡായി മാറുന്നത്. മാന്നാർ മത്തായി സീരീസ്, ഹരിഹർ നഗർ സീരീസ്, കമ്മീഷണർ സീരീസ്, ദൃശ്യം സീരീസ്, അതിനുശേഷം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൂസിഫർ സീരീസ്. ഒരു സിനിമയും തുടങ്ങുന്നത് സീക്വൽ സ്വഭാവം വെച്ചിട്ടല്ല. എന്നാൽ ലോക സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഏതൊരു ഇൻഡസ്ട്രിയിലും സീക്വൽ സ്വഭാവമുള്ള സിനിമകളാണ് റൂൾ ചെയ്യുന്നത്. എന്താണ് സീക്വൽ സിനിമയുടെ പർപ്പസ്? ഒരു സ്റ്റോറി ഒരു ഭാഗത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റാതെ അത് 1-2 ഭാഗങ്ങളാക്കി പറഞ്ഞു തീർക്കും. സീക്വൽ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്, ഒരു സിനിമ, ആ സിനിമയിലെ കഥാപാത്രം, ആ കഥാപാത്രത്തിനോടുള്ള ഇഷ്ടം, ആ കഥാപാത്രത്തിനെ പിന്നീടും സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹം, ഇതൊരു കൊമേഴ്ഷ്യൽ എക്സ്പോഷർ കൊടുക്കുന്നുണ്ട് സീക്വൽ സിനിമകൾക്ക്. അമൽ നീരദ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ബിലാൽ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് യാതൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. കാരണം ബിഗ് ബി എന്ന് പറഞ്ഞൊരു സിനിമ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ. ഒരു പോസ്റ്റർ പോലും ഇല്ലാതെ ആളുകൾ ടിക്കറ്റ് എടുക്കും. ഇനി സീക്വൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സീക്വൽ സിനിമയുടെയും പാറ്റേൺ ഒരേപോലെ അല്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദുരന്തർ, ആട്. ദുരന്തർ എടുത്തു കഴിഞ്ഞാൽ ഒരേ കഥാപാത്രം, ഒരേ എൻവയോൺമെൻറ്റ്, ഒരേ കഥ, 2 പാർട്ടായിട്ട് പറഞ്ഞു തീർക്കും. ആട് എടുത്തു കഴിഞ്ഞാൽ ഒരേ കഥാപാത്രങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഡിഫറൻ്റ് ആയിട്ടുള്ള കഥകൾ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ട ജനഗണമന, ഒറ്റ, ഈ 2 സിനിമകൾ, ഇതിൻ്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ ഒന്നാം ഭാഗമോ?